പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു വീക്കെൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ അതാത് സ്ഥാനങ്ങളിൽ അത്ഭുതകരമായി കാത്തുപരിപാലിച്ച സർവകൃപാലുവായ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. 2 Kings chapter 5 verse 15 നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുൻപാകെ നിന്നു. ഇസ്രയേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം. അരാം രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നയമാനിൽ കൂടെ രാജാവിന് അരാമിന് ജയം നേടുകയും അത് നയമാനെ അല്പം കൂടെ മാന്യനാക്കി. എന്നാൽ തന്റെ രോഗവിവരം മനസ്സിലാക്കിയ ഇസ്രയേലിയക്കാരി ഒരു വേലക്കാരി പെൺകുട്ടി അതിന്റെ ഉള്ള അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് നയമാന്റെ ഭാര്യയോട് വിവരം പറയുകയും അങ്ങനെ രാജാവിന്റെ സമ്മതത്തോടെ ഇതാ നയമാനും കൂട്ടരും ഇസ്രയേലിൽ എത്തുകയാണ്. ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറി. കാരണം തനിക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കുഷ്ഠം മാറ്റത്തക്കവണ്ണം യാതൊരു വഴിയും താൻ കാണുന്നില്ല. എന്നാൽ ദൈവപുരുഷനായ എലീശ പറഞ്ഞു: രാജാവേ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എന്തിന് വസ്ത്രം കീറുന്നു? അവനെ എന്റെ അടുക്കൽ വിടുക. അതെ, 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വളരെ വ്യത്യസ്തമായ പ്രമേയം വായിക്കുന്നു. ഇതാ നയമാൻ തന്റെ പ്രൗഢിയോടെ തന്റെ സ്ഥാനമാനങ്ങൾക്ക് ഉചിതമാകും വണ്ണം പ്രവാചകന്റെ വീടിന്റെ വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ നയമാന്റെ സ്ഥാനമോ പ്രൗഢിയോ ഒന്നും ഗൗനിക്കാതെ പ്രവാചകൻ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആളിനോട് പറഞ്ഞു വിട്ടു: യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, ശുദ്ധനാകും. പക്ഷേ ഇത് കേട്ട് നയമാൻ ക്രുദ്ധിച്ചു പോയി എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. താൻ പറയുന്നുണ്ട്: ഇത് കേൾക്കാനാണോ ഞാൻ വന്നത്? ഇതാണ് എന്നോട് പറയേണ്ടത്? ഞാൻ വിചാരിച്ചത് പ്രവാചകൻ വന്ന് നേരിട്ട് എന്റെ അടുക്കൽ വന്ന് എന്റെ രോഗഭാഗത്ത് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം തരുമെന്ന. അങ്ങനെ ക്രുദ്ധിച്ചു പോയ നയമാനോട് ഇതാ ജോലിക്കാരൻ പറയുകയാണ്: നിന്റെ നാട്ടിൽ അബാനയും പർപ്പരും പേരുകേട്ട നദികളൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ യജമാനനെ, പ്രവാചകൻ ഒരു വലിയ കാര്യമാണ് പറഞ്ഞുവെങ്കിൽ നീ അത് ചെയ്യത്തില്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം, യോർദാനെങ്കിൽ യോർദാൻ പോയി അങ്ങ് മുങ്ങുക, അത്രയേ ഉള്ളൂ. പലപ്പോഴും പേരുകേട്ട വലിയ ആൾക്കാർക്കുണ്ടാകാത്ത വിവേകം നമ്മൾ തിരിച്ചറിയാത്ത പലരിലും ഉണ്ടാകും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ, എന്നാൽ തന്റെ ആവശ്യകതയും മുൻപിൽ നിർത്തി തന്റെ ദാസന്മാര് പറഞ്ഞ വാക്ക് കേട്ട് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി സുഖം പ്രാപിച്ച് കഴിഞ്ഞ് ആ നയമാനും കൂട്ടരും തിരിച്ചു വന്ന ഭാഗമാണ്
ഇന്ന് വാഗ്ദത്ത വചനമായി 15-ാമത്തെ വാക്യം നാം വായിച്ചു കേട്ടത്. ഇതാ നാം 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകൻ നേരിട്ട് കാണാതെ പ്രവാചകനോട് ക്രുദ്ധിച്ച് ദേഷ്യപ്പെട്ട് പോയ അതേ നയമാൻ പ്രവാചകന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു നിൽക്കുകയാണ്, അപേക്ഷയുമായി നിൽക്കുകയാണ്. പറയുകയാണ്, ഞാൻ ഭൂമിയിലെങ്ങും ഇതുപോലെ ഒരു ദൈവമില്ല എന്ന് തിരിച്ചറിയുന്നു. ഒരു പ്രാർത്ഥനയൊന്നും പ്രവാചകൻ നടത്തിയില്ല. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് ചെയ്തപ്പോൾ പ്രവാചകനിൽ കൂടെ ഇറങ്ങി വന്ന ദൈവവചനത്തിന്റെ ശക്തി നയമാൻ തിരിച്ചറിഞ്ഞു. ആ നയമാൻ മടങ്ങി വന്ന് പ്രവാചകന്റെ മുൻപിൽ നമസ്കരിച്ച് തന്റെ സമ്മാനം സ്വീകരിക്കുവാൻ അപേക്ഷിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവം നമ്മുടെ പല വിഷയങ്ങളിൽ നമ്മോട് ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളോട് പല ആഹ്വാനങ്ങളും ആശ്വാസ വചനങ്ങളും പോം വഴികളും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ സ്ഥാനം വിട്ട്, നമ്മുടെ സ്ഥിതി വിട്ട്, കുടുംബശ്രേഷ്ഠത, പദവി, ഞാൻ വന്ന വഴി, ഞാൻ ആരുടെ മകനാണ്, മകളാണ്, ഞാൻ ഇന്നുവരെ ജീവിച്ചു വന്നത്, എന്റെ നിലവാരം, എനിക്ക് കിട്ടിയ ശമ്പളം, എന്റെ മക്കളുടെ സ്ഥാനം, ഇങ്ങനെ പലതും പലതും പറഞ്ഞ് പദവിയിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് വിടുതൽ വളരെ ദൂരെയായി നിൽക്കുകയാണ്. യോർദാനിൽ മുങ്ങാൻ പറഞ്ഞവനോട് പറയുകയാണ്, യോർദാനേക്കാട്ടിൽ പേര് കേട്ട നദി അബാനയും പർപ്പരും ഞങ്ങളുടെ നാട്ടിലുണ്ട്, എനിക്ക് അവിടെ അങ്ങ് മുങ്ങിയാ പോരെ. നയമാനെ, അബാനയും പർപ്പരും അതിലും പ്രശസ്തമായ നദികളൊക്കെ ഉണ്ടാകും. 7 പ്രാവശ്യത്തിന് 70 അല്ല, 700 അല്ല, 7000 മുങ്ങിയാലും സൗഖ്യം കിട്ടുകയില്ല. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. ദൈവം പറയുന്നത് കേൾക്കുവാൻ മനസ്സില്ല, അതിന് സാവകാശമില്ല. കാരണം നമ്മുടെ നിലവാരം അതിനൊക്കെ മുകളിലാണെന്നാണ് വിചാരം. എന്നാൽ സകല വിചാരങ്ങളെയും തച്ചുടച്ച് തൂത്തെറിഞ്ഞ്, അതെ, അരാമിന്റെ സൈന്യാധിപൻ, സർവ സൈന്യാധിപൻ, കമാൻഡർ ഇൻ ചീഫ്, നമ്മുടെ ശിരസ്കനായി ക്രുദ്ധിച്ച് തിരിച്ചുപോയ അതേ നയമാൻ ഇതാ ദൈവദാസനായ എലിശയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് അപേക്ഷിക്കുന്നു, എന്റെ കയ്യിൽ നിന്നും സമ്മാനം സ്വീകരിക്കണം. പ്രിയ ദൈവജനമേ, ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, പെറുപെറുക്കാതെ, ക്രുദ്ധിച്ചു പോകാതെ അതുപോലെ അനുസരിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും സൗഖ്യവും നന്മയും ഉണ്ടാകും. നമ്മുടെ തലമുറയോട് ഈ വചനങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞെ, ദൈവം പറയുന്നത്, ദൈവമക്കൾ പറയുന്നത് സ്വീകരിക്കണം. ഇന്ന് നമുക്കതിന് മനസ്സില്ല. നയമാൻ ചെയ്തതുപോലെ ദൈവമക്കളെ ദേഷ്യത്തോടെ പുലഭ്യം പറഞ്ഞ് അവരെ കളിയാക്കി, അവരെ കൊച്ചാക്കി, അവര് പറയുന്ന വാക്കിന് വില കൊടുക്കാതെ അവരെ തൃണവദ്യണിച്ചുകൊണ്ട് പോയാൽ, സഹോദരങ്ങളെ, നഷ്ടം ദൈവദാസനല്ല, ദൈവമക്കൾക്കല്ല, നമുക്ക് തന്നെയാണ്. നോക്കുക, നിന്ദിച്ച് ദേഷ്യപ്പെട്ട് ക്രുദ്ധിച്ച് പോയെങ്കിലും പ്രവാചകൻ നയമാൻ വലിയ ആളാണല്ലോ, വലിയ പുള്ളിയാണല്ലോ, അരാം രാജാവിന്റെ വലിയ സൈന്യാധിപനും രാജാവിന്റെ കത്തുമായി വന്നവനുമാ. അതുകൊണ്ട് ഞാനങ്ങ് താണിറക്കിയേക്കാമെന്ന് കരുതി കുടില് വിട്ട് പുറത്തൊന്നും വന്നില്ല. തന്റെ ശുശ്രൂഷ കൃത്യമായി ചെയ്തപ്പോൾ ക്രുദ്ധിച്ചു പോയ നയമാൻ മടങ്ങി വന്നു. നിന്ദിച്ച, ദുഷിച്ചു പറഞ്ഞ, ദേഷ്യപ്പെട്ട, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രവാചകൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് പോലും വിളിച്ചു പറഞ്ഞ അതേ നയമാൻ
വന്ദിച്ചുകൊണ്ട് മടങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്നെയും പരിഹാസവും ദുഷിയും ദേഷ്യപ്പെടലും നമുക്കെതിരെ പലതും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താലും ഞാനും നിങ്ങളും വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നയമാൻ മടങ്ങി വന്നതുപോലെ, നമ്മുടെ ശിരസ്കനായി നിന്നതുപോലെ ഒരു ദൈവബോധലിന്റെ മുമ്പാകെ നിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ഇതാ പ്രവാചകനോട് പറയുക, എന്റെ സമ്മാനം സ്വീകരിക്കണം. തുടർന്ന് 16-17 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ യാതൊരു സമ്മാനത്തിന്റെയും ആവശ്യമില്ല. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പരിചയമാണ്. അതെ, ദൈവദാസൻ വേണ്ട എന്ന് പറഞ്ഞ സമ്മാനം കളവ് പറഞ്ഞ്, കുബുദ്ധി ഉപയോഗിച്ച്, തന്ത്രം ഉപയോഗിച്ച് കുറെ കൈവശമാക്കിയ തന്റെ ശിഷ്യനും സഹായമായ ഗേഹസി സമ്മാനം മാത്രമല്ല, അതെ, നയമാന്റെ കുഷ്ഠവും ഏറ്റുവാങ്ങിയതായി നാം അധ്യായത്തിൽ പഠിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹം വേണോ, നന്മ വേണോ, സൗഖ്യം വേണോ, ഉയർച്ച വേണോ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളിൽ, ആരോഗ്യകാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന കുഷ്ഠം, കുഷ്ഠത്തെക്കാട്ടിൽ ഭീകരമായ പലവിധ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, ഇവയെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ, വിടുതൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു ദൈവകൃപ നമ്മിൽ വസിപ്പാൻ, നമ്മുടെ കുടുംബങ്ങൾ വസിപ്പാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്നത്തെ ദിനം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എത്ര വലിയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ സർവ സൈന്യാധിപനാണെങ്കിലും ദൈവവചനത്തിന് മുമ്പാകെ, ദൈവമക്കളുടെ മുമ്പാകെ, ദൈവിക അരുളപ്പാടിന് മുമ്പാകെ കീഴ്പ്പെട്ട് അനുസരിച്ചേ മതിയാകൂ എന്നും അത് അതുപോലെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ വിടുതലും അനുഗ്രഹവും പ്രാപിക്കുമെന്നും ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ ഈ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനായ ഏലിശ പറഞ്ഞത്, സർവ സൈന്യാധിപനായ നയമാൻ സ്വീകരിക്കുവാൻ തയ്യാറാകാതെ മടങ്ങിപ്പോവുകയും എന്നാൽ തന്റെ ബാല്യക്കാരുടെ ഉപദേശത്താൽ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചപ്പോൾ വിടുതൽ പ്രാപിച്ച് ക്ഷമാപണത്തോടെ മടങ്ങി വന്ന് ഇതുപോലെ ഒരു ദൈവം വേറെ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ധന്യമായ സാക്ഷ്യം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളങ്ങേ അവഗണിച്ചും മറുത്തും അനുസരിക്കാതെയും മത്സരിച്ചു നിന്ന് കുറവുകൾ ഏറ്റുപറയുന്നു. അവിടുത്തെ വാക്കിന് വലയിറക്കുന്നവരായി, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരായി അങ്ങയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഈ ദിന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്നിടങ്ങളിൽ ദൈവകൃപയോട് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നയമാനുണ്ടായ മാറ്റം നമ്മിൽ ഉണ്ടാവട്ടെ. പ്രവാചകൻ പറയുന്നത്, ദൈവവചനം പറയുന്നത്, ദൈവമക്കൾ സത്യസന്ധമായി നമ്മോട് പറയുന്ന അരുളപ്പാടുകൾ തൃണവത്ഗണിക്കാതെ അതുപോലെ ഉൾക്കൊണ്ട് അനുസരിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ഇന്നത്തെ ദിനം നമ്മെ കർത്താവ് സഹായിക്കട്ടെ. നാം ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.